മലയാളി മനസ്സിൽ താലോലിക്കുന്ന നിരവധി ഈണങ്ങൾക്ക് സംഗീതം പകർന്ന സംവിധായകൻ ഔസേപ്പച്ചൻ്റെ സംഗീതയാത്ര 50 വർഷത്തിലേക്ക് കടക്കുകയാണ്. ഒപ്പം ആദ്യമായി തമിഴ് സിനിമയ്ക്കും അദ്ദേഹം സംഗീതമൊരുക്കുന്നു. ഈണങ്ങൾ വന്ന വഴിയെക്കുറിച്ച് ഔസേപ്പച്ചൻ മനസ്സ് തുറക്കുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തിൽ. നമസ്കാരം. മലയാളികൾക്ക് കാതിന് തേന്മഴയാകുന്ന നിരവധി ഈണങ്ങൾ നൽകിയ സംഗീത സംവിധായകനാണ് ഔസേപ്പച്ചൻ. അദ്ദേഹം റൂട്ട് നമ്പർ 17 എന്നൊരു ചിത്രത്തിലൂടെ റൂട്ടൊന്ന് പതിയെ മാറ്റുകയാണ്. ഇത് കേൾക്കുമ്പം ആദ്യം വരുന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ തമിഴ് ചിത്രമാണ്. അപ്പം എന്തുകൊണ്ട് ആദ്യത്തെ തമിഴ് ചിത്രം എന്നുള്ളതല്ല, എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നുള്ള ചോദ്യമാണ് എപ്പോഴും സാധാരണ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാറുള്ളത്. അതിനുള്ള ഒരു കാരണം എന്തായിരിക്കും? തീർച്ചയായിട്ടും അതിന് കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ വെൽക്കം 1990 എന്ന് പറഞ്ഞിട്ടൊരു ആൽബം ചെയ്തു വളരെ വർഷങ്ങൾക്ക് മുമ്പ്. വെൽക്കം 1990 എന്നുള്ള ആൽബം കേൾക്കുമ്പോൾ അറിയാം എത്ര വർഷങ്ങൾക്ക് മുമ്പാണെന്ന് എല്ലാവർക്കും കാൽക്കുലേറ്റ് ചെയ്യാം. 89 ഡിസംബറിലാണ് റെക്കോർഡ് ചെയ്തത്. അതെടുത്ത് റെക്കോർഡ് ചെയ്ത് ഞാനതെൻ്റെ സുഹൃത്തുക്കൾക്ക്, അവിടെ തമിഴ്നാട്ടിലായിരുന്നു ഞാൻ, അവിടെയാണ് റെക്കോർഡിങ് ചെയ്തത്. ഇന്നത്തെ AR റഹ്മാനാണ് അതിൻ്റെ കീബോർഡ് പ്രോഗ്രാമിങ്ങും അതിൻ്റെ റെക്കോർഡിങ് എൻജിനീയറെല്ലാം പുള്ളി തന്നെയായിരുന്നു. അങ്ങനെ ഞാനിതിൻ്റെ ഔട്ട് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് കാസറ്റാണ് അന്ന്, CD ഒന്നും ആയി തുടങ്ങി ആവുന്നേ ഉള്ളൂ. ഞാൻ ഈ കാസറ്റ് കാറിലിട്ട് പ്ലേ ചെയ്ത് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഇതോടനെ തന്നെ കൊണ്ടുപോയിട്ട് മണിരത്നം അല്ലെങ്കിൽ അന്ന് അങ്ങനെ ഫേമസ് ആയിട്ടുള്ള കാണിക്കണം, കാരണം അതുവരെയും കേൾക്കാത്ത ഒരു ഡിഫറെൻറ്റ് മ്യൂസിക്. അപ്പോൾ ഞാൻ പറഞ്ഞു, പല അവസരത്തിൽ ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ ചെയ്ത് ഹിറ്റായിട്ടുള്ള പടങ്ങൾ നമ്മൾ തമിഴിൽ റീമേക്ക് ചെയ്യപ്പോൾ അനീതി പ്രാവ് ഹിറ്റായിരുന്നു, വലിയ ഹിറ്റായിരുന്നു. അതേ സംവിധായകൻ അത് തമിഴിൽ ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചു. പക്ഷേ ഞാനതിൽ വലിയ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണിച്ചില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ പിന്നെ പ്രൊഡ്യൂസറും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അവർക്ക് അവരുടെ ഓപ്ഷൻസ് അങ്ങനെയാണ് അത് മാറിപ്പോയത്. അതേപോലെ ബോഡി ഗാർഡ് വന്നു. ബോഡി ഗാർഡ് ഇവിടെ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ സിദ്ദിഖ് അത് സെയിം തമിഴിൽ ചെയ്യണം, വിജയനെ വെച്ചിട്ട് വിജയ്. അപ്പോൾ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, വിജയിൻ്റെ ഫാദർ ചന്ദ്രശേഖർ അദ്ദേഹത്തിന് കൊണ്ട് CD കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ CD കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് എനിക്കൊരു ചാൻസ് വേണ്ട, നമുക്ക് ആ മലയാളിയുടേതായിട്ടുള്ളൊരു ഈഗോ ആയിരിക്കാം. ഞാൻ പറഞ്ഞു, അത് അവർ പടം കണ്ടതല്ലേ, ഇഫ് ദേ ലൈക്ക് ദ സോങ് ലെറ്റ് ദം കോൾ മീ. ഞാൻ കമ്പോസ് ചെയ്ത് ഇഷ്ടമാണ്. പക്ഷേ അന്ന് ഞാനതിന് പോയില്ല. അങ്ങനെ ഞാൻ അത്ര പാഷനേറ്റ് ആയിരുന്നില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞ ഒരു നല്ലൊരു സുഹൃത്തുക്കളുടെ ഒരു സംഗമമാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലിം. ആ പടത്തിൻ്റെ ധർമ്മം, ഇറ്റ് ഈസ് എ ത്രില്ലർ മൂവിയാണ്, ഒരു സൈക്കോ ത്രില്ലറാണ്. പക്ഷേ അത് അതിൻ്റെ മാക്സിമത്തിൽ ഉള്ള ബഡ്ജറ്റും ഉണ്ട്. അവർ മാക്സിമത്തിൽ ഒരു നല്ല ലെവലിൽ തന്നെ ആ പടം എടുത്തിട്ടുണ്ട്. അതിന് നല്ല 3 പാട്ടുകൾ, വ്യത്യസ്തമായ പാട്ടുകളാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 സോങ് ഉണ്ട്. പിന്നെ നമ്മളുടെ ഒരു കോണ്ടംപററി ആയിട്ടുള്ള എന്താ പറയുക, ഒരു മെലഡി സോങ് ഉണ്ട്. അത് ശ്വേത പാടിയിട്ടുള്ളത്. സോ പിടിച്ചിരുത്തുന്ന ഒരു സബ്ജക്റ്റാണെന്ന് കണ്ടവരെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ അതിന് പറ്റുന്നൊരു പശ്ചാത്തല സംഗീതം മാത്രമല്ല, പശ്ചാത്തല സംഗീതം വളരെ ഇന്റർനാഷണൽ ലെവലിലോട്ട് പോകുന്ന മെയിൻലി പശ്ചാത്തല സംഗീതം. പാട്ട് ഓക്കെ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം, പക്ഷേ പശ്ചാത്തലമാണ് ഒരു പടത്തിൻ്റെ ബാക്ക് ബോൺ. അത് നന്നായി. അപ്പം അങ്ങയുടെ പാറ്റേൺ നോക്കുമ്പം മലയാളികൾ സംഗീതം ഇഷ്ടപ്പെടുന്നവരുടെ ടോപ്പ് ലിസ്റ്റിനകത്ത് ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു പാട്ട് ഉറപ്പായിട്ടും ഔസേപ്പച്ചൻ സാറിൻ്റെ ആയിരിക്കും. അത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്, ഒന്നൊന്നുമല്ല, നിറയെ പാട്ടുകളെ. അത് കാതോട് കാതോരത്തിൽ തുടങ്ങി അങ്ങ് പൂക്കാലം വരെ ഉള്ളടക്കം എണ്ണിയാൽ തീരാത്തത്ര ഗാനങ്ങൾ. പക്ഷേ ഒരു കൂട്ടം സംവിധായകരോട് അങ്ങ് പ്രവർത്തിക്കുമ്പം അങ്ങയുടെ സംഗീതം വേറൊരു ഡയമെൻഷനിലോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് ഭരതൻ സാറാണെങ്കിലും കമൽ അല്ലെങ്കിൽ പ്രിയദർശൻ, ഫാസിലെ വല്ലാത്തൊരു കാലം ഇതൊക്കെയായിരുന്നു. അപ്പം ഈ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഡിമാൻഡ് ചെയ്യായിരുന്നു അങ്ങയുടെ സംഗീതം ആ രീതിയിലല്ലേ? അതായത് നമ്മൾ ഓരോ സംവിധായകരുടെ കൂടെ പ്രവർത്തിക്കുമ്പോഴും ആ സംവിധായകരാണ് നമ്മൾ ചെയ്യുന്ന പാട്ടുകളെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ജനത്തിന് എന്താണ് അറിയുക? ഔസേപ്പച്ചൻ മ്യൂസിക് ചെയ്ത്, ജോൺസൺ മ്യൂസിക് ചെയ്തത്, മ്യൂസിക്കൊക്കെ നമ്മളാണ് ചെയ്യുന്നത്. പക്ഷേ അത് ഏത് മ്യൂസിക്കാണ് വേണ്ടതെന്നുള്ള തീരുമാനം അവരുടെ പടത്തിന് എന്ത് വേണം, അതിൻ്റെ സബ്ജക്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണ്. നല്ല സിറ്റുവേഷനും നല്ല സബ്ജക്റ്റും അവർ നമുക്ക് തരുന്നു. അവരൊക്കെ അത്രയും ഡയറക്ടേഴ്സാണല്ലോ. അപ്പോൾ നാച്ചുറലി നമ്മൾ ചെയ്യുന്ന പാട്ടും അതിലേക്ക് അങ്ങോട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉണ്ണികളെ ഒരു കഥ പറയുന്നത്, അതെനിക്ക് അത് ആര് ചെയ്താലും ആ പടം മ്യൂസിക് ചെയ്താൽ നന്നാവും തന്നെ ഞാൻ പറയാം. കാരണം അങ്ങനൊരു സിറ്റുവേഷൻ, ആ പാട്ട് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആ പടം ഇല്ല. അങ്ങനെ സബ്ജക്റ്റ് കോർത്തിണക്കി, പാട്ടുകളെ കോർത്തിണക്കി സംവിധായകൻ കമൽ ചെയ്തു.
അപ്പോൾ അതെൻ്റെ ഭാഗ്യമാണ്. കണ്ണാന്തുമ്പി പോരാമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ആ നിഷ്കളങ്കതയുടെ കൂടെ അങ്ങ് പോവുകയാണ്. കാക്കോത്തിക്കെല്ലാം പുന്താടികൾ. അതേപോലെ അനീതി പ്രാവ് എന്ന് പറഞ്ഞ പടം, അത് അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള അന്ന് ഒരു ട്രെൻഡ് സെറ്ററായിരുന്നു. ചെറുപ്പക്കാരുടെ ഒരു സംഭവം, ചാക്കോച്ചൻ്റെ എൻട്രി, എല്ലാം പുതുമുഖങ്ങൾ. ആഫ്റ്റർ ബേബി ശാലിനി വന്നിട്ട് വലിയ ശാലിനിയായിട്ട് അഭിനയിച്ച ആദ്യത്തെ പടം. അപ്പോൾ അതിൽ മ്യൂസിക് അദ്ദേഹം ഫാസിൽ സാറിന് പറയാൻ വേണ്ട, അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിനോടുള്ള ടേസ്റ്റ്, പാഷൻ ഭയങ്കരമാണ്. ഒരുപക്ഷെ ഞാൻ ഒരു പടത്തിലെ മ്യൂസിക്കിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ പടത്തിലെ മ്യൂസിക്കിനെ വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് കാണുകയും അതിന് വേണ്ടി എന്തും ചെയ്യാൻ ഒരുക്കമുള്ള ഒരാളാണ്. അതിന് എത്ര ദിവസം എടുത്താലും ശരി നല്ല പാട്ട് വരണം എന്ന് നിർബന്ധമുള്ള ആളാണ്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് നമ്മളുടെ ഒരു ഭാഗ്യമാണ്. ഇപ്പോൾ ചെറുതായിട്ട് റൂട്ട് മാറ്റിയോണ്ട് ഞാനൊരു പഴയ കാലത്തേക്ക് ഓർമ്മിക്കുന്ന ആരവത്തിൽ വന്നപ്പോൾ ആദ്യം സിനിമയിൽ എന്തായിരുന്നു, കാണാനും നല്ല ശരിക്കും പറഞ്ഞാൽ ക്യാമറ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മുഖമുള്ള ഒരാളാണ്. പിന്നെയാണ് സിനിമയിൽ, പിന്നെന്താ അങ്ങനെ ട്രൈ പിന്നെ പോകാൻ ആരവത്തിലൊക്കെ മുഴുവനൊക്കെ ആയിട്ട് നല്ല ബന്ധം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഇനിയിപ്പോൾ പടത്തിൽ അഭിനയിക്കാൻ പോവോ. പക്ഷേ അന്ന് അതിന് വേണമെങ്കിൽ ഒരു പക്ഷേ പോയിരുന്നെങ്കിൽ ഞാനൊരു പക്ഷേ ഒരു അഭിനയമായിട്ട് ചിലപ്പോൾ പോയിട്ടുണ്ടാവും നമ്മുടെ ലൈഫ്. പക്ഷേ എൻ്റെ മെയിൻ പാഷൻ ഇപ്പോഴും ടു ബി എ വയലിനിസ്റ്റ്. വയലിൻ എന്ന് പറയുന്നത് കേൾക്കുന്നതും അതെൻ്റെ പ്രാണന് തുല്യമാണ്. അതിലൂടെയാണ് ഈ സിനിമാ സംഗീതം എന്ന് പറയുന്നത് ദർ ഈസ് എ ലിമിറ്റ്. കാരണം സിനിമാ സംഗീതം എന്ന് പറയുന്നതിൽ നമുക്ക് മുഴുവനും സത്യസന്ധത പുലർത്താൻ പറ്റില്ല. നമ്മൾ അവിടെയൊക്കെ നോക്കുന്നത് എങ്ങനെ പ്രേക്ഷകനെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും നമ്മളുടെ സംഗീതം കൊണ്ട്. അതിനുള്ള ചെറിയ ചെപ്പിടി വിദ്യകൾ, കുറുക്കു വഴികൾ, ഇതെല്ലാം നമ്മൾ ചിന്തിച്ചിട്ട് മുഴുവനും മ്യൂസിക്കിന് വേണ്ടി അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് പണിയെടുക്കാൻ പറ്റില്ല. പക്ഷേ വയലിൻ അങ്ങനെയല്ല. 100% അല്ലെങ്കിൽ 200% നമ്മൾ ആ സംഗീതം മാത്രമേ ഉള്ളൂ, അതിൽ വേറെ ഒന്നുമില്ല. ദാറ്റ്സ് വാട്ട് മൈ പാഷൻ. ആ വയലിനോടുള്ള അറ്റാച്ച്മെൻ്റ് ആണെന്ന് എനിക്ക് ഒരേ കടലിനകത്ത് പാത്തോസ് ഒക്കെ അത്രയും ഡെപ്തിലോട്ട് പോകാനൊക്കെ കാരണം. തീർച്ചയായിട്ടും എൻ്റെ കമ്പോസിങ്ങിൽ പൊതുവേ ഈ വയലിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ പാടുന്നതും ഞാൻ സംസാരിക്കുന്നതിൽ പോലും ഈ വയലിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പ്രധാനമായിട്ട് ഈ ഉപകരണങ്ങൾ ഇത്ര ഇഷ്ടപ്പെടുമ്പോൾ ഗായകരെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ എത്രത്തോളം കീനായിരിക്കും? വളരെ വളരെ വളരെ. ഇപ്പം ഞാൻ പുതിയതായിട്ട് ചെയ്യുന്ന പടത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരാഴ്ചയായിട്ട് ഈ പാട്ട് ആരെ കൊണ്ട് പാടിച്ചാൽ ശരിയാവും. ഞാൻ ഓരോ സുഹൃത്തുക്കളോട് ചോദിക്കും, ഇങ്ങനെ പാടി ശരിയാവും. അപ്പോൾ അങ്ങനെ പാടി വരുമ്പോൾ അതിൻ്റെ ആ ഒരു മേലെ വരുന്ന ഒരു ടച്ചിൽ ചിലപ്പോൾ ഈ ഭാവം കിട്ടില്ല. ഞാൻ വിചാരിച്ച ഇങ്ങനെ ഇതുവരെ എനിക്ക് ആളെ ഡിസൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിന് പ്രത്യേകത ഞെട്ടിക്കുന്ന രീതിയിൽ അഴലിൻ്റെ ആഴങ്ങളിലേക്ക് നിഖിൽമാത്തിനെ പോലൊരു പുതിയ ഗായകനെ പരീക്ഷിച്ച് മനോഹരമായാണ്. കാരണം വെച്ചാൽ എത്രയോ ഇപ്പോഴത്തെ അടുത്ത കാലത്ത് നമ്മളിപ്പോഴും എന്നും ഫ്രഷ്നെസ്സോട് കൂടി കേൾക്കുകയാണ് സാധനങ്ങളിൽ. അപ്പോൾ പല കാര്യങ്ങളിലും ഇപ്പോൾ ചിലമ്പിലെ പാട്ട് പോലും പുതിയ തലമുറ എത്രയോ മനസ്സിനോട് അടുത്ത് പിടിച്ചാണ് നിൽക്കുന്നത്. ശരിക്കും ഈ പുതുതലമുറ അങ്ങയുടെ പാട്ടുകളെ ഈ രീതി സ്വീകരിക്കാൻ സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രതികരണങ്ങൾ കിട്ടുകയും ചെയ്യുന്നുണ്ട്. എത്രത്തോളം? ഐ ആം സോ ഹാപ്പി നൗ. കാരണം നമ്മൾക്ക് പലപ്പോഴും പറയില്ലേ, ഇറ്റ് വിൽ പേ യു ബാക്ക്. എപ്പോഴും നമ്മളൊരു അധ്വാനം സിൻസിയറായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഫലം ചിലപ്പോൾ ഉടനെ കിട്ടണമെന്നില്ല. നമ്മൾ പലപ്പോഴും നിരാശപ്പെട്ട് അതൊരു പഴക്കം വന്നിട്ട് നമ്മൾ അതിനോട് അങ്ങോട്ട് താതാത്മ്യം പ്രാപിച്ചു. പിന്നെ എനിക്കൊരു ഒരു പാട്ടുണ്ടാക്കി അത് ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ ഐ ആം ലീസ്റ്റ് ബോതേഡ്. പക്ഷേ വർഷങ്ങൾ പലത് കഴിഞ്ഞ്, ഇപ്പോൾ 50 വർഷം 50 ദിവസം പോലെ അല്ലെങ്കിൽ എനിക്ക് കഴിഞ്ഞു പോയത്. പക്ഷേ ഞാൻ വളരെ കമ്പോസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന നേരത്ത് ഞാനും എൻ്റെ മ്യൂസിഷ്യൻസും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകൾ ഇന്നത്തെ തലമുറ കവറുകളായിട്ടും മറ്റും റീലുകളായിട്ട് ഇട്ട് പൊളിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഐ എം സോ ഹാപ്പി. കാരണം അപ്പം ഞാൻ ധരിച്ചിരുന്നു ഞാൻ ചെയ്തത് തെറ്റായിരുന്നു, എനിക്കിഷ്ടമായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ടതിങ്ങനെ. എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്ന് പറയുന്ന പോലെ അതങ്ങനെ വന്നതാണ്. പക്ഷെ നമുക്ക് ചിലപ്പോൾ വലിയ വിഷമം തോന്നും. കാരണം നമ്മൾ വളരെ പെയിൻ എടുത്ത് ചെയ്യുന്ന ഒരു മ്യൂസിക് ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും അങ്ങനെ അനുഭവം ഏതെങ്കിലും പാട്ടിൻ്റെ കാര്യത്തിൽ ഒരുപാട് പാട്ടുകളുണ്ട് അങ്ങനെ. അപ്പോൾ അത് പെട്ടെന്ന് ഇപ്പോൾ എനിക്ക് ഐ കനോട്ട് സേ നമ്മൾ ഓരോ പാട്ടുകൾ എല്ലാം ഇപ്പം നിങ്ങൾ യു ജസ്റ്റ് ചെക്ക് ഇൻ ദ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാ ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ ഇപ്പോൾ പിള്ളേർ പാടുന്ന പാട്ടുകൾ ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവർ പാടുമ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും ഞാനതിനെ മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്ത് ഞാനതിന് ഹൃദയമൊക്കെ അടിച്ചു കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് ഇഷ്ടപ്പെട്ടല്ലോ. എത്രയോ കാലം മുമ്പ് ചെയ്തിട്ട് ആരും ഇഷ്ടപ്പെടാതെ
ശ്രദ്ധിക്കപ്പെടാതെ ഇഷ്ടപ്പെടാതെന്നൊന്നും പറയില്ല. അപ്പം അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറയാം. പക്ഷെ അത് വളരെ മുമ്പ് നടന്നു. ഇതിപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഇപ്പോഴാണ് വന്നത്. അതൊക്കെ വരുന്നതിന് മുമ്പ് റേഡിയോയിൽ കൂടെ എൻ്റെ ഒരു പാട്ട് അതേപോലെ വളരെയധികം ആകർഷിച്ച പാട്ടുണ്ട്. ഇറങ്ങിയിട്ട് ഒരാൾ ആ പാട്ട് കേട്ടിട്ടില്ല. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ. ഈ പാട്ട് ഇറങ്ങിയിട്ടുണ്ട് ആയുഷ്കാലം. ഓ, ആ പടം ഇറങ്ങി അങ്ങനെ ഒരു പാട്ടേ ആരും കേട്ടിട്ടില്ല, റേഡിയോയിലൊന്നുമില്ല. പിന്നെ ഒരു 10-15 കൊല്ലം കഴിഞ്ഞപ്പോൾ, അന്ന് സെൽഫോണൊക്കെ ആയി വരുന്നുള്ളൂ, അതായത് പലരും വിളിച്ചിട്ട് സാർ ആ മൗനസ്വരമായി. അപ്പോൾ ഏതാ ഈ മൗനസ്വരമായി? അല്ല സാർ ആ ആയുഷ്കാലത്തിൽ അത് എപ്പോഴേ പൊളിഞ്ഞു പോയതല്ലേ പാട്ട് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ദേവദൂതർ തന്നെ ആ പടം ഇറങ്ങിയതോടെ അങ്ങ് തരംഗമായി മാറി. ആ സിനിമയുടെ വിജയത്തിൽ പോലും വലിയ ഘടകമായി. അതെ, ആ പടത്തിന് യെസ്, തീർച്ചയായിട്ടും ആ പടത്തിൻ്റെ സക്സസിന് അതൊരു വലിയൊരു എന്താ പറയുക, ഒരു ഹംഗാമ അല്ലെങ്കിൽ ഒരു ഹൈപ്പ് കൊടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് അതൊക്കെ നമുക്ക് കിട്ടുന്ന, ദൈവം തരുന്ന, നമ്മൾക്ക് പല നഷ്ടങ്ങളും നമ്മൾ നഷ്ടങ്ങളാണ് ധരിച്ചിരിക്കുമ്പോൾ ഇതൊന്നും നഷ്ടമല്ല, ഇതിനൊക്കെ നിങ്ങൾക്ക് കിട്ടും, തിരിച്ച് കിട്ടും, വെയിറ്റ് എന്ന് പറയുന്നൊരു സംഭവമാണ് അതിൽ വരുന്നത്. ഔസേപ്പച്ചൻ സാർ വരുന്നതിന് തൊട്ട് മുമ്പൊക്കെയുള്ള കാലഘട്ടങ്ങളിൽ ആൾക്കാർ സിഗരറ്റ് വലിക്കാൻ വേണ്ടി പാട്ട് സീനിൽ പുറത്തു പോകുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് എനിക്കറിയാം സിനിമ കാണണമെങ്കിൽ പാട്ട് ഹിറ്റായാൽ സിനിമ കാണാമെന്ന്. അതുകൊണ്ട് പാട്ടുകൾ ഒരു കാലഘട്ടത്തിൽ പാട്ടേ വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് പാട്ടുകളില്ലാത്ത ഒരുപാട് പടങ്ങൾ, ഹിറ്റ് പടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വീണ്ടും പാട്ടുകൾക്ക് ഒരു ജന്മം കിട്ടി. പാട്ടുകളിലൂടെ പടം ഹിറ്റായി തുടങ്ങിയോട് കൂടിയിട്ട് ആ ഒരു പ്രവണത മാറിക്കിട്ടിയതാണ്. പക്ഷെ വീണ്ടും ഇപ്പോഴും സംഗീത സംവിധായകർ പാട്ടുകളെ വേണ്ട വിധത്തിൽ അതിൻ്റെ ഗൗരവം കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് വ്യക്തിപരമായിട്ട്. അല്ല, അത് നമ്മൾ വിചാരിക്കുന്ന പാട്ടുകൾ നമുക്ക് കിട്ടുന്നില്ലായിരിക്കാം. പക്ഷേ ആ പടത്തിന് വേണ്ടുന്ന പാട്ടുകളൊക്കെ ഇപ്പോഴും അത്യാവശ്യം ചെയ്യുന്നുണ്ട് ആൾക്കാർ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെയാണ് പാട്ടുകൾ വരുന്നത്. പണ്ടത്തെ പോലെ പാടി നടക്കുന്ന പാട്ടുകളില്ല. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ പാടലും പിടിക്കലും, അത് പാട്ടൊരു സെപ്പറേറ്റ് വിങ്ങാണ് പടത്തിൽ. ഇന്ന് അങ്ങനെ ഒരു വിങ് പാട്ടിന് വേണ്ടിയിട്ട് ഒരു പടമായ 2 പാട്ട് വേണം അങ്ങനെയൊന്നുമില്ല. പടം പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഡയലോഗിൻ്റെ ഇടയ്ക്കൂടെ ഒരു പാട്ട് അങ്ങോട്ട് കയറി വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് മെർജായി പോകും. ഇറ്റ്സ് പാർട്ട് ഓഫ് വിജയം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് പഴയ കാലത്ത് പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ട പോലെ ഇന്നത്തെ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടണമെന്നില്ല. സംഗീതത്തിൻ്റെ മർമ്മം അറിയാവുന്ന ചില സംവിധായകരുടെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി ഇന്ന് കൂടെ തോന്നുന്നു. പ്രത്യേകിച്ച് പാറ്റൻ സാറിനെ പോലുള്ള, പ്രത്യേകിച്ച് പിന്നെ ചിലമ്പാണലും ആരവും പ്രണാമം അല്ലേ ആയിരുന്നല്ലോ എൻ്റെ തലതൊട്ടപ്പൻ എന്നല്ല, എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരു സംഗീത സംവിധാനം ആക്കിയത് തന്നെ അദ്ദേഹമാണ്. ഇതിനകത്ത് തന്നെ ആ 3 പാട്ടുകൾ ഒരേപോലെ ഹിറ്റാണെങ്കിലും കാതോട് കാതോരം ശരിക്കും നിങ്ങളുടെ രണ്ടുപേരുടെയും കൂട്ടായ സൃഷ്ടിയായിരുന്നു. അത് എങ്ങനെയാണ് എൻ്റെ ആ പാട്ടിനെ കുറിച്ച്? അതൊക്കെ അന്ന് കാലത്ത്, ഇന്നലെ ഇതിപ്പോൾ എത്ര വർഷം കഴിഞ്ഞു, അന്ന് കാലത്ത് അത് ഉണ്ടാക്കുന്ന നേരത്ത് ആ പാട്ടിൻ്റെ തുടക്കത്തിൽ വരുന്ന ഒരു ഹമ്മിങ് അല്ല, ഒരു രാഗമുണ്ട്. അതൊരു കർണാട്ടിക് ഒരു കൃതി അമ്പലത്തിൽ വയ്ക്കുന്നത്. അതിൻ്റെ ഒരു ഈണത്തിലൊരു പാട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ അതിൻ്റെ ഒരു പല്ലവിയുടെ സ്റ്റാർട്ടായി ഇത് വെച്ചിട്ടുണ്ടാക്കിയിട്ട് അതിനെ ഒരു പാട്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് പാട്ടാക്കി. അപ്പോൾ അതിൻ്റെ ബീജം, അതിൻ്റെ തോട്ട്, കാരണം എനിക്കാണെങ്കിൽ സംഗീത സംവിധാനം ചെയ്യാനോ ഇതെൻ്റെ പാഷനാണ്, ഇതാണ് ഇനി എൻ്റെ ഇവിടെ നിന്ന് ഒരു എൻട്രി, ഇതെനിക്കൊരു ചാൻസ് ഒന്നും ചിന്തിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്തു, അടുത്ത പടത്തിന് പോയിട്ടുമില്ല. പിന്നീട് ദേവരാജൻ മാഷ് പറയുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഇങ്ങനൊരു സംഭവം ഉണ്ടോ, ശ്രീരംഗപൂര എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. അതാണ് കാതോട് മനസ്സിലായ, അത് ഞാൻ കണ്ടുപിടിച്ചതല്ല, അദ്ദേഹം കണ്ടുപിടിച്ചതാണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പേര് അതിൻ്റെ കൂടെ ചേർത്തോ, മൊത്തം എടുത്തോളം പറഞ്ഞു ഞാൻ. ഒരു കുഴപ്പമില്ല, ഗുരുദക്ഷിണയാണ്. അല്ല, എനിക്കിതൊന്നൊരു പ്രശ്നമല്ല അന്ന്. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോൾ അതൊക്കെ പ്രശ്നമായിരുന്നോ എന്നൊരു ചിന്ത ഇപ്പോൾ വരുന്നുണ്ട്. നമ്മളിതും ചിന്തിച്ചിട്ടില്ല. ഈ ഒരു കാലത്ത് ബോണി എം, മൈക്കിൾ ജാക്സൺ എന്നുള്ള ബീറ്റിൽസ് ഒക്കെ പോയിട്ട് വന്നിട്ട് ഇപ്പോൾ കൊറിയൻ സംഗീതത്തിന് പറയുകയാണ് പിള്ളേരെ. ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല തീർച്ചയായിട്ടും. അല്ല, വേറൊന്നുമല്ല, അത് വേറൊന്നുമല്ല, അതൊക്കെ വളരെ സിമ്പിൾ ലോജിക്കല്ലേ. നമ്മൾ കേൾക്കാത്ത ഒരു എക്സ്പ്രഷൻ, കേൾക്കാത്ത ന്യൂവാൻസ്, ഇത് കിട്ടുമ്പോൾ ഒരു പുതുമയാണ്. പറയുമ്പോൾ സംഭവമൊക്കെ ഒന്ന് തന്നെയാണ്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ അത് പ്രസൻറ്റ് ചെയ്യുന്നതിൽ ഒരു ചെറിയ ന്യൂവാൻസിൻ്റെ ഡിഫറൻസേ ഉള്ളൂ ഈ മ്യൂസിക്കിനൊക്കെ. അപ്പോൾ അത് എങ്ങനെയാണ് ആ ന്യൂവാൻസ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് കൊറിയൻ ഇൻഫ്ലുവൻസ് വരുന്നതാണ്. കൊറിയനിൽ അവരുടെ ഭാഷ വേറെയാണ്, അവരുടെ ഭാഷ. ഇപ്പോൾ എന്തിനാ അത്രയൊക്കെ പറയുന്നത്? ഒരേ കടലുള്ള പാട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്തത്, എങ്ങനെയാണ് അത് വ്യത്യസ്തമായത്? ഈ ശുഭവന്തരാളി ഒരു പാട്ട് ചെയ്തിട്ട് പിന്നെ 2ാമത്തെ പാട്ട് ചെയ്ത് ഈ ചായനെ വരുള്ളൂ, ആ രാഗം അങ്ങനത്തെയാണ്. അതിനെ പേടിച്ചിട്ടാണ് ശ്യാം പ്രസാദ് എൻ്റെ അടുത്ത് ഒരു പാട്ട് മതി, 2 പാട്ട് വേണ്ട എന്ന് പറഞ്ഞിടത്താണ് 5 പാട്ട് അതിലുണ്ടാക്കിയത്.
സി അതിനെ ഞാൻ കണ്ടുപിടിച്ച മെത്തേഡ് വേറെയാണ്. കാരണം നമ്മൾ മലയാളത്തിൽ ചിന്തിച്ചാൽ ആ ന്യൂവാൻസ് വരും. ആ ന്യൂവാൻസ് വന്നാൽ നമ്മുടെ പഴയ മലയാളം പാട്ടിൻ്റെ ചായ വരും. അതുകൊണ്ട് ഞാൻ ഹിന്ദി എനിക്ക് അർത്ഥം അറിയാത്ത വാക്കുകൾ ഞാൻ വെറുതെ എൻ്റെ കയ്യിൽ വെറുതെ തുണ്ട് പേപ്പറിൽ എഴുതിയിട്ട് അത് പാടിയിട്ടാണ് ഞാൻ എൻ്റെ ട്യൂണുകൾ ഉണ്ടാക്കിയത്. സോ ഡിഫറെൻറ്റ് ന്യൂവാൻസ്, ഡിഫറെൻറ്റ് ആറ്റിറ്റ്യൂഡ്. ആ ലിറിക്സിന് സംഗീതം പിന്നിൽ പോകുന്ന സ്വരങ്ങളൊക്കെ ഒന്നായിരിക്കും. എന്നിട്ട് അതേ ഫീലിൽ ഇത് പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ ഈ വ്യത്യാസം കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളത് മലയാളം കാണുമ്പോൾ ട്രേഡ് സീക്രട്ടാണ്. പക്ഷേ ഇതൊക്കെ ട്രേഡ് സീക്രട്ട്, ഇതൊക്കെ വളരെ ട്രേഡ് സീക്രട്ടാണ്. എനിക്ക് ഇനിയിപ്പോൾ ഈ ട്രേഡ് സീക്രട്ട് വെച്ചുകൊണ്ടിരിക്കുക എത്ര കാലം ഉണ്ടാവും നമുക്കറിയില്ലല്ലോ. സോ ഐ എം ടെല്ലിങ് എവറിഥിങ്. യാത്രകൾ ഇങ്ങനെ ഇപ്പോൾ ഈ 50-ാം വർഷത്തിൽ തമിഴിലോട്ട് കയറുന്നു. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ അങ്ങ് പൂർണ്ണമായിട്ട് ഈ സംഗീതയാത്ര സംതൃപ്തകരമായി തന്നെ ആസ്വദിച്ച് മുന്നോട്ട് പോകും. ഞാൻ വളരെ ഞാൻ എൻ്റെ സംതൃപ്തി ഞാൻ മുൻകൂട്ടി തീരുമാനിച്ചിട്ടില്ല. കിട്ടുന്നതിൽ സംതൃപ്തി കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ഓഫ് പുട്ടിങ് ഇറ്റ്. കാരണം നമ്മൾക്ക് ഇങ്ങനെ വേണമെന്ന് പ്രതീക്ഷിച്ചിട്ട് ആ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ അലഞ്ഞു കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല, നിരാശപ്പെടേണ്ടി വരും. വലിയ സന്തോഷം, വലിയ നന്ദി അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് 50 വർഷത്തിൻ്റെ യാത്ര തുടരുന്ന ഈ സമയത്ത് ഇദ്ദേഹവുമായി സംസാരിക്കാൻ കഴിഞ്ഞു. ഇത്രയധികം നമ്മുടെ പ്രേക്ഷകരുമായി അദ്ദേഹത്തിൻ്റെ സംഗീതയാത്രയുടെ വിശേഷങ്ങൾ പങ്കുവച്ചു. എന്തായാലും ആ സന്തോഷം അദ്ദേഹത്തിന് നന്ദിയോടെ അർപ്പിക്കുകയാണ്.